ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അല്ലാഹു ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇബ്തലാഹും, അവരെ അല്ലാഹു പരീക്ഷിക്കും. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പരീക്ഷിക്കും. എങ്ങനെയെന്നറിയോ? നമ്മൾ സ്നേഹമുള്ളവരെ ചിലപ്പോൾ പിടിച്ച് അണച്ചുകൂട്ടി പിടിക്കൂലേ, ചെറിയ വേദനയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് കുട്ടികളെ നുള്ളാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലെ. ചില കുട്ടികളൊക്കെ വളരെ ക്യൂട്ടായ മക്കളൊക്കെ ആകുമ്പോൾ ആ കുട്ടീനെ വെറുതെ നുള്ളു, ആ കുട്ടി കരയും ചെയ്യും, ഇയാൾ ചിരിക്കുകയും ചെയ്യും അല്ലെ. അതൊരു ഹുബ്ബാണ്. ആ വേദനിപ്പിക്കൽ അതൊരു സ്നേഹത്തിൻ്റെതാണ്. ലഖ്തത്തുൽ ഖബർ ഉണ്ടെന്നാണ്, ഖബർ അങ്ങനെ ഒന്ന് അണച്ചുകൂട്ടി പിടിക്കുമെന്നാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനൊക്കെ സംഭവിച്ച പോലെ ലഖ്തത്തുൽ ഖബർ, ഖബർ നിങ്ങളൊരു വേരി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുമെന്നാണ്. ഹുബ്ബിന് അങ്ങനെ പ്രശ്നമുണ്ട്. സ്നേഹിക്കുമ്പോൾ നമ്മൾ പലതും ഒരു ഫ്രീഡം കാണിക്കും അവിടെ അല്ലേ, നുള്ളി വേദനിപ്പിക്കുന്ന പോലെ. അള്ളാഹുവിന്റെ ഹുബ്ബിന്റെ അടയാളമാണെന്നാണ്. ഇദാ ഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തലാഹും, അവർക്ക് ചെറിയ പരീക്ഷണങ്ങൾ അള്ളാഹു തആല കൊടുക്കും. അത് അള്ളാഹിന്റെ ഹുബ്ബിന്റെ അടയാളമാണെന്നാണ് മുഅ്മിനീങ്ങൾക്ക്. അതുകൊണ്ടാണ് ഒരു അസുഖം വരാതിരുന്ന ചില ആളുകളൊക്കെ അള്ളാഹുവിന് എന്നോട് ഇഷ്ടല്ലേ, അസുഖങ്ങൾ തീരല്ലാത്ത ആൾക്കാർ, എനിക്ക് ഇതുവരെ ഒരു ജലദോഷം പോലും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ കേട്ടിട്ടില്ല നിങ്ങൾ? അത് വലിയ സംഭവമൊന്നുമല്ല. ചെറിയ പരീക്ഷണങ്ങളൊക്കെ വേണമെന്നാണ്. അള്ളാഹുവിൻ്റെ ഹുബ്ബ് അള്ളാഹു എടുത്തു കളഞ്ഞോ, അതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കണം എന്നാണ്. ഇദാ ഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അങ്ങനെ മനസ്സിലാക്കിയാൽ ഈ ലോകത്ത് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്?